നമസ്കാരം. ജീവിതം വഴിമുട്ടിയ ഒരു സ്ത്രീയുടെ ദയനീയ കഥ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. മലപ്പുറം ജില്ലയിലെ കുഴിമണ്ണ പഞ്ചായത്തിലെ ഉഷ എന്ന സ്ത്രീയാണ് തൻ്റെ തുടർ ജീവിതം എങ്ങനെ നീക്കേണ്ടു എന്നറിയാതെ വഴിമുട്ടി നിൽക്കുന്നത്. അവരുടെ ദയനീയ കഥ അവർ നേരിട്ട് തന്നെ നമ്മളോട് വിശദീകരിക്കും. പ്രാഥമിക വിദ്യാഭ്യാസം പോലും നിഷേധിക്കപ്പെട്ട ഒരു സ്ത്രീയാണ് അവർ. സ്വാഭാവികമായും അവരുടെ വാക്കുകൾക്ക് ഒരടുക്കും ചിട്ടയൊന്നും ഉണ്ടാവില്ല. എങ്കിലും അവർക്ക് പറയാനുള്ളത് അവർ നേരിട്ട് പറയുന്നതാണ് ശരി എന്നുള്ളത് കൊണ്ട് അത് അവർ തന്നെ പറയട്ടെ. നമ്മളാൽ കഴിയുന്ന സഹായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചെയ്യുക. അവരുടെ അക്കൗണ്ട് നമ്പറും അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം ഇതിൻ്റെ ഈ വീഡിയോയിൽ കൂടെ വയ്ക്കാം. അത് നമുക്ക് കഴിയുന്ന 100 രൂപയാണെങ്കിലും 100,000 രൂപയാണെങ്കിലും അത് അവർക്കൊരു വലിയ ആശ്വാസമാകും. അത് നിങ്ങൾ ഓരോരുത്തരും ചെയ്യണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കി അവർ തന്നെ പറയട്ടെ. ചേച്ചി ജന്മനാലും ഇങ്ങനെ തന്നെയാണോ? നിത്യചെലവിനും അതേപോലെ തന്നെ മരുന്നിനും ആശുപത്രി പോകുന്നതിനും ഒക്കെ ഉള്ള ചികിത്സാ ചെലവും ഒക്കെയാണ് ഇപ്പം അത്യാവശ്യം അല്ലേ? അതെ, അത് തുടരണം. അത് തുടർന്ന് പോകണം. പിന്നെ വീട്ടിലത്തെ കാര്യം ഞാൻ വേണ്ടേ, ആരെങ്കിലും വന്നതിൻ്റെ സഹായം കിട്ടണം, സഹായിക്കണം. പിന്നെ ചേച്ചിമാരാണ്, അനിയത്തിമാരും. ചേച്ചിക്ക് സുഖമില്ലാത്ത ഒരാളാണ്, അനിയത്തിക്കാണെങ്കിൽ സുഖമില്ല. ആരെ കൊണ്ട് പരമാവധി നോക്കാൻ കഴിയാത്തൊരു അവസരത്തിലാണ് ഞാൻ നിൽക്കുന്നത്. എല്ലാവർക്കും കഴിയും പോലെ അവരൊക്കെ വരും, നോക്കിപ്പോവാന്നല്ലാതെ അവരെ കൊണ്ട് പൈസ കൊണ്ട് സഹായം കൊണ്ടൊന്നും അവർക്ക് ചെയ്യാൻ കഴിയൂല. ഒക്കെ പാവങ്ങളാണ്. ഞാൻ അവരൊന്നും ബുദ്ധിമുട്ടിക്കാൻ അവരൊന്നും കെട്ടിക്ക് പോകുന്നില്ല. പിന്നെ എന്ന് പറയുകയാണെങ്കിൽ എന്താ പറയുക, എനിക്ക് ഒന്നും ആലോചിക്കുമ്പോഴേക്ക് സമാധാനമില്ല. എൻ്റെ വീട്ടിൻ്റെ കാര്യം, എൻ്റെ കണ്ണിൻ്റെ കാര്യം തന്നെയാണ് നിങ്ങളൊക്കെ നോക്കേണ്ടത്. എൻ്റെ തൊലിൻ്റെ കാര്യത്തിലും കയ്യിനും എത്രയും കയ്യിനോടത്തോളം എനിക്ക് സഹായിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയുന്നത്. കൂടുതൽ എൻ്റെ കുടുംബത്തിനോട് ഇട്ടിക്ക് ആരോടും, എൻ്റെ നാട്ടുകാരും എൻ്റെ കുടുംബക്കാരും ആണ് ഇങ്ങനെ നന്നായിട്ട് ഇപ്പോൾ എടുത്തുള്ളവരൊക്കെ എനിക്ക് എല്ലാ ഭക്ഷണങ്ങളും സാധനങ്ങളൊക്കെ സാധനങ്ങൾ എന്ന് പറയാം, അവരെ കൊണ്ട് പൈസ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റൂല. ഭക്ഷണങ്ങൾ കൊണ്ടുവന്ന് തരും. പിന്നെ ഇവിടെ വരുന്ന ഓരോരുത്തരും എനിക്ക് കയ്യിൽ നിന്നൊക്കെ സഹായിച്ചതിനുണ്ട്. വീട്ടിലെന്തെങ്കിലും വന്ന് അടിച്ചേരി തുടച്ച് എന്തെങ്കിലും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചെന്നൊക്കെ എല്ലാ ചേച്ചിമാരും പോവും. ആർക്കൊന്നും ചോദിക്കലുമില്ല, ആർക്കൊന്നും ഒന്നും കൊടുക്കലൊന്നുമില്ല. ഞാൻ ചേച്ചിമാരൊക്കെ വരും, എല്ലാവരും വന്ന് എനിക്ക് എന്താ പക്ഷെ ചെയ്യേണ്ടത് ചോദിച്ച് ഒക്കെ ചെയ്ത് വെച്ച് പോയി. അടുത്തുള്ളവരൊക്കെ ഭക്ഷണം ഉണ്ടാക്കിയൊക്കെ കൊണ്ടുവന്ന് വരും. എല്ലാവരും എല്ലാ ഭക്ഷണവും കൊണ്ടുവന്ന് വരും. വീടിൻ്റെ അടുത്തുള്ളവരൊക്കെയാണ് എനിക്ക് സഹകരിക്കുന്നുണ്ട് അറിയാം. എൻ്റെ നാട്ടിലുള്ളവരും കടയിലൊക്കെ ചെന്നാൽ എത്ര സാധനം ഇങ്ങോട്ട് ചോദിച്ചാലും പിന്നെ തരാന്ന് പറഞ്ഞാലും എനിക്കെടുത്ത് തരും. ഉണ്ടോ ഇല്ലെന്നുള്ളൊന്നും ഒരു അന്വേഷണമൊന്നും ഇല്ല. കുറേ അനാഥാലയത്തിൽ പോയി, അനാഥാലയത്തിൽ ചെന്നപ്പോൾ ആർക്കും എന്നെ ഈ അവസ്ഥ ആയതുകൊണ്ട് അനാഥാലയത്തിലേക്കാർക്കൊന്നും എന്നെ അംഗീകരിക്കാൻ തയ്യാറല്ല. അപ്പോൾ അങ്ങനെ അനാഥാലയത്തിൽ നിന്ന് തിരിച്ചെൻ്റെ വീട്ടിൽ തന്നെ വന്ന് ഞാൻ വീട്ടിൽ തന്നെ നിൽക്കാൻ തുടങ്ങി. എന്താ ഒരു പകരം അങ്ങനെയൊന്നുമില്ല. ഇത് നോക്കാൻ ഇപ്പോൾ ആര് വന്ന് നിന്നാലും അവർക്ക് പകർച്ചവ്യാധിയൊന്നുമില്ല. ആരെങ്കിലും എനിക്ക് എന്തെങ്കിലും കയ്യുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു വൈറ്റാണ്ടർ കിട്ടുകയാണെങ്കിൽ അത്ര ഇത് വന്ന് നിന്നാണ്ട് എനിക്കൊരു നേരം വന്ന് ഇത്തിരി പണി എടുത്തിച്ച് നിന്നാണ്ട് പോയാലും എനിക്ക് സമാധാനം ഉണ്ടായിരുന്നു. അതിന് പോലും ഒരു പൈസ കൊടുക്കാൻ എന്നോട് കഴിയൂല. ഇപ്പം എന്തെങ്കിലും കൊടുക്കണ്ടേ നമ്മൾ വരുമ്പോൾ, അവർ കൊടുക്കാനും എനിക്ക് കഴിയുന്നില്ല. സ്കൂളിൽ പോയിട്ടുണ്ടോ? സ്കൂളിൽ പോയിട്ടില്ല. സ്കൂളിൽ പോകാൻ അന്ന് ചെന്നപ്പോൾ കുട്ടികളെ കണ്ട് പേടിച്ചിട്ട് കയറി പോരാൻ പറഞ്ഞു. അതേപോലെ തന്നെ അച്ഛനും അമ്മയൊക്കെ മരിച്ചിട്ട് എത്രയും? അച്ഛനും അമ്മയും മരിച്ചിട്ട് ഇപ്പോൾ 20 വർഷം കഴിഞ്ഞു. അതിനുശേഷം ഒറ്റയ്ക്കാണ്? അതിന്റെ ശേഷം ഞാൻ ഒറ്റയ്ക്കാണ്. ആരുമില്ല. ഒറ്റയ്ക്ക് പറഞ്ഞാൽ തന്നെ ഓരൊക്കെ എടുത്തേക്ക് പോയാലും അവർക്ക് ഇപ്പോൾ നമ്മളൊരു ബുദ്ധിമുട്ടാക്കാൻ പാടില്ലല്ലോ. നമ്മൾ താഴേറ്റങ്ങളായാലും മൂത്തേറ്റങ്ങളായാലും അവരും നമ്മളൊരു ബുദ്ധിമുട്ടാക്കി കൊടുക്കാൻ പാടില്ലല്ലോ. അവർ കുടുംബമായിട്ട് ജീവിക്കുകയല്ലേ. അതിനൊക്കെ നമ്മുടെ ബാധ്യതയായിട്ട് വരരുതല്ലോ. എന്നാലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എല്ലാവരും വരും. ചേച്ചി വരും, അനിയത്തി വരും, ഇപ്പോൾ വരും, വന്ന് പോകും. അവർ വിളിക്കും. ഓണത്തിന് വിഷുവിനൊക്കെ ഞാൻ എന്നെ രണ്ടാളെടുത്ത് പോവും. ഒരു രണ്ടാളും കൊണ്ടുപോകും, ചേച്ചിയും കൊണ്ടുപോകും, മോൻ കൊണ്ടുപോകും. എല്ലാവരും വന്ന് കൊണ്ടുപോകും. ചേച്ചീൻ്റെ മോനും അല്ല അനിയത്തീൻ്റെ മോൻ വന്ന് കൊണ്ടുപോകും. അനിയത്തി നോക്കും. കുട്ടികൾ ഓരൊക്കെ വരും, ചേച്ചിയൊക്കെ വരും. ചേച്ചിക്ക് 3 കുട്ടികളാണ്. ഓരും വന്ന് എല്ലാവരും വന്ന് സഹായിക്കും. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ കുഴിമണ്ണ പഞ്ചായത്തിലെ പുളിയക്കോട് ഒരു മലഞ്ചെരുവിൽ താമസിക്കുന്ന ഉഷാകുമാരി ഉഷ ചേച്ചി ജന്മനാ തന്നെ ശരീരമാസകലം ഒരു പ്രത്യേക രൂപം, തൊലി ഒക്കെ ഒരു പ്രത്യേക രൂപത്തിൽ ആണ്.
പല ചികിത്സകളും നടത്തി സ്വന്തമായിട്ട് ജോലിക്ക് പോകാനോ അല്ലെങ്കിൽ മറ്റു വരുമാന മാർഗങ്ങളോ ഇല്ല. വളരെ ചെറിയൊരു വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസം. നാട്ടുകാരുടെ സഹകരണത്തോടെ ഒത്തുഒപ്പിച്ച് ജീവിച്ചു പോകുന്നു. കൂടുതൽ കാര്യങ്ങൾ നാട്ടുകാർക്ക് ചെയ്യുന്നതിൽ പരിധികളുണ്ടല്ലോ. ആയതിനാൽ ഈ ചേച്ചിയുടെ നിത്യചെലവിനും മറ്റ് ചികിത്സാ ആവശ്യങ്ങൾക്കും ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരുടെയും കഴിയുന്ന സഹായ സഹകരണം ഉണ്ടാകണമെന്ന് വിനീതമായിട്ട് ഈ നാട്ടുകാരെ എന്നുള്ള രീതിയിൽ ഞാൻ അപേക്ഷിക്കുകയാണ്. എൻ്റെ പേര് ഗണേശൻ എന്നാണ്. നമസ്കാരം. എന്തെങ്കിലും എനിക്ക് നിങ്ങൾ കാണുന്നവർ എന്തെങ്കിലും എനിക്ക് സഹായിച്ചാൽ എൻ്റെ വീട്ടിലത്തെ കാര്യങ്ങൾ കണ്ണിനാണെങ്കിൽ എനിക്ക് നല്ല തുക വരുന്നുണ്ട്. ഓരോ പോക്കിനും 1000, 2000, 2500, 3000 തന്നെ പറയാം. 4000 റുപ്യ എനിക്ക് എൻ്റെ മരുന്നും ഫീസും പോക്കും ഒക്കെ പാടെയാകുമ്പോൾ പിന്നെ കണ്ണിൻ്റെ കാഴ്ച പറ്റും നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഒന്നും എനിക്ക് തുള്ളിയിട്ടും കാണാതെയായി. 2 ലക്ഷം റുപ്യ ചിലവാക്കിയ കണ്ണാണ് എൻ്റെ കണ്ണ്. പക്ഷെ ഒരിക്കലും കിട്ടാൻ കഴിയുന്നില്ല. കിട്ടൂല, ഇനി കിട്ടൂല എന്ന് തന്നെയാണ് ഡോക്ടർ പറഞ്ഞത്. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ വാരി കഴിക്കണമെങ്കിൽ തന്നെ ഉണ്ടാക്കി തരണമെങ്കിൽ തന്നെ ഇവിടെ വീട്ടിലൊരാളില്ല. വീടടിക്കാണ്ട് എൻ്റെ വീടിൻ്റെ പണികളൊക്കെ ചെയ്യാനുള്ളതാണ്. ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റായിട്ട് ഞാൻ റൂമിൽ അടച്ചിട്ട് കിടക്കാനും പുറത്തേക്ക് ഇറങ്ങി ആരും കാണാനോ പുറത്തേക്ക് ഇറങ്ങാനൊന്നും പറ്റുന്നില്ല. ആരെങ്കിലും വന്ന് എന്തെങ്കിലും ചോദിച്ചാലോ ഒന്നും ഡോർ തുറക്കാൻ പോരുക, അതേപോലെ തന്നെ അകത്ത് പോയി നിൽക്കുകയാണ്. പുറത്തേക്ക് ഇറങ്ങാൻ പോലും പേടിയാണ്. രാത്രി തനിച്ചാണ് ഞാൻ ഇവിടെ നിൽക്കണത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായിച്ചിട്ട് വേണം എനിക്ക് കഴിയണമെങ്കിൽ. ആരെങ്കിലും വന്നാൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പോകുമ്പോൾ തുച്ഛമായി തന്നെ എനിക്കെന്തൊരു പെൻഷൻ കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. 1600 റുപ്യ എനിക്ക് പെൻഷൻ തന്നെ കിട്ടണത്. അതുകൊണ്ട് ഒന്നും ആവണമെന്നില്ല എനിക്ക്. നമസ്കാരം, എൻ്റെ പേര് വിനീഷ് എന്നാണ്. ഞാൻ കുഴിമണ്ണ പഞ്ചായത്തിലെ 6-ാം വാർഡിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇന്നിപ്പോൾ നിങ്ങൾ കണ്ട വീഡിയോയിൽ അവർക്ക് കാഴ്ചയ്ക്ക് കുറവുണ്ട്, അതുപോലെ തന്നെ ഒരു സ്കിൻ ഡിസീസും കൂടി ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് കാഴ്ചക്കുറവുള്ള കാരണം കൊണ്ട് തന്നെ വീട്ടിലിവിടെ നടക്കാനോ അല്ലെങ്കിൽ ഭക്ഷണം പാചകം ചെയ്യാനോ ഉള്ള രീതിയിലല്ല അവരുള്ളത്. അതുകൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അക്കൗണ്ട് നമ്പർ കൂടി ഈ കൂട്ടത്തിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ആ അക്കൗണ്ട് നമ്പറിലേക്ക് കൊടുത്തുകൊണ്ട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ചേച്ചിയുടെ കണ്ണിൻ്റെ ചികിത്സയ്ക്കും അതുപോലെ തന്നെ തൊലിപ്പുറത്തുള്ള രോഗത്തിനും വേണ്ടിയിട്ട് മരുന്നിൻ്റെ റേറ്റൊക്കെ ഒരുപാട് കൂടുതലായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. എക്സ്പെൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അത് ഒത്തുപോകുന്നില്ല. അതുകൊണ്ടാണ് പൊതുസമൂഹത്തിലേക്ക് ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കി വിടാനുള്ള കാരണം. അതുകൊണ്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉഷ ചേച്ചിയുടെ നമ്പറിലേക്ക് തന്നെ അയച്ചു കൊടുത്തുകൊണ്ട് സഹകരിക്കാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നു. ഞാൻ പറയാണ്, ആര് വിളിച്ചാലും പറയും ചേച്ചി ഞങ്ങൾ ഈ റോഡൊന്ന് ശരിയാക്കി എന്നാണ് പറയുന്നത്. വണ്ടിക്കാർ വിളിക്കുമ്പോൾ വരാൻ കൂട്ടാക്കണില്ല. എന്തെങ്കിലും എനിക്കൊരു അപകടം പറ്റിയ അവിടെ തന്നെ ഞാൻ കിടക്കേണ്ടി വരും. അതേ അവസ്ഥയിലാണ് ഇപ്പം എൻ്റെ സ്ഥിതി. എല്ലാത്തിനും പോലെ തന്നെയാണ് എനിക്ക് ഈ റോഡിൻ്റെ കാര്യത്തിലും. എനിക്ക് നിങ്ങൾ കാഴ്ച കാണുന്നവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഈ റോഡൊക്കെ ഒറ്റ തല്ലിപ്പൊളിയായി. ഞങ്ങൾ എന്താ പറയുക, ഒരവസ്ഥയാണ് ഈ റോഡിൻ്റെ